എന്താ ഇങ്ങനെ പറയണേ? നാളെ വാലൻസ് ഡേ ആയിട്ട് നമുക്ക് കടയിൽ പോയി എന്തെങ്കിലും കഴിക്കുകയും ചെയ്യാം. പ്രണയദിനമല്ലേ, വേറെ ലവ് കിട്ടിയെന്ന്. ശരി, അപ്പോൾ ഇനി വിളി ഉണ്ടാവില്ലേ? ശരി ശരി. എന്ത് ചെയ്യാൻ, ഇപ്പോൾ നാളെ വാലൻസ് ഡേ ആയിട്ട് അവളായിട്ട് കറങ്ങാൻ പോകുന്നൊക്കെ ഓർത്ത് നടക്കില്ല. ഒരുപാട് ഇഷ്ടപ്പെട്ട അപ്പോൾ എന്നെ തേച്ചിട്ട് പോയി. ഇതാണ് പെണ്ണുങ്ങൾ. ഇനി വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചാറ്റിൽ നോക്കട്ടെ. പിന്നെ ഹസ്ബൻഡ് ഉള്ള വേണ്ട. ഓക്കെ, നീ എവിടെയാ? എടാ, നാളത്തെ ദിവസത്തെ പ്രത്യേകത എന്തോ നിനക്കറിയാവോ? അറിഞ്ഞൂടെ? വാലന്റൈൻസ് ഡേ, പ്രണയദിനമായിട്ട് ഞാൻ നാളെ ഫോട്ടോ, ഞാൻ ഏത് ഫോട്ടോ എടുത്ത് വെച്ചിട്ട് നീ എവിടെ ഇരിക്കുവാ? നീ ആരോട് ഇരിക്കുന്നു? എന്റെ ദൈവമേ, നീ എന്നെ തേച്ചോ? ഈ പൂ ഞാൻ ഇനി ആർക്ക് കൊടുക്കും? നാളെ ഫോട്ടോ പോസ്റ്റ് ചെയ്യാൻ നാണക്കേട്. എൻ്റെ കൂട്ടുകാരികളെല്ലാം ഫോട്ടോ പോസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ ഏത് ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്യും? അവർ ചോദിക്കൂല്ലേ നീ എന്നെ തേച്ചോന്ന്? നാണം കെടുവല്ലോ ദൈവമേ. നോക്കിക്കോ, ഈ പൂ നാളെ ഞാൻ ഏതെങ്കിലും പിച്ചക്കാണെങ്കിലും കൊടുക്കും. നോക്കോ, നിന്നെ ഞാൻ കാണിച്ചു തരാം. നോക്കോടാ. എന്ത് പറ്റി ചേട്ടാ കടയുന്ന? ഒരു പെണ്ണെന്നെ തേച്ച് നാളെ വാലൻസ് ഡേ ആയിട്ട് അവളായിട്ട് ബീച്ചിലും ഹോട്ടലിലും ഒക്കെ പോകണമെന്ന് ഓർത്താ. അവളായിട്ട് ഫുഡ് കഴിക്കണം എന്ന് ഓർത്താ. അവള് തന്നെ പൈസ കൊടുത്തോളൂ. എന്നെ ഒരാൾ എനിക്ക് ആരും പൂ തരാനൊന്നുമില്ല. ഇല്ല, അവള് എല്ലാരും എനിക്കാ. സത്യമാണോ? എല്ലാം തേപ്പാന്ന് ഓർത്തെ. അപ്പൊ എന്നെ ഇഷ്ടപ്പെട്ട തേക്കുന്ന പെണ്ണുങ്ങളാന്ന് ഓർത്തെ. തേക്കാത്ത പെണ്ണുങ്ങളുണ്ടല്ലോ. സാരമില്ല ചേട്ടാ, ഞാനുണ്ട് എന്നും കൂടെ. എന്നും ഉണ്ട് കൂടെ. ഫോണോ? ഹലോ, ഏതെന്റെ നേരത്തെ വിളിക്കണേ? എന്നെ പറ്റിച്ചാണോ ചേട്ടാ? ആണോ? പൂവോ? പൂ എന്തെങ്കിലും എന്തെങ്കിലും ഞാൻ തരാം. ഈ പൂ എനിക്കുള്ളതല്ലേ? പൂ എനിക്ക് എന്നാ പൂന്ന്? ഞങ്ങള് സെറ്റാ. എന്ത് സെറ്റ്? സെറ്റായി. എന്നെ പറ്റിച്ചതാണ്. ആര് പറ്റിച്ചു? എന്റെ ചേട്ടൻ. അപ്പൊ നിങ്ങൾ എന്നെ പറ്റിച്ചില്ലേ? ചേട്ടനെയോ? ചേട്ടന് വേറെ നമുക്ക് അവത് വിട്. നമുക്ക് വേറെ പെണ്ണ് കിട്ടും ചേട്ടൻ. ഇല്ല, വേറെ ഇതുപോലത്തെ ഒരാളെ കിട്ടില്ല. ഇല്ല, ഞങ്ങള് സെറ്റായി. ചേട്ടൻ പറ്റൂല. സോറി ചേട്ടാ, സോറി. സോറി, വെരി സോറി. അനസേക്ക് നാളെ നമുക്ക് പോയി കറങ്ങാൻ പോകേണ്ട കാര്യമാണ്. വെരി സോറി. ചേട്ടൻ നല്ലൊരു പെണ്ണിനെ കിട്ടും. ഇതന്നെയല്ലേ എല്ലാരും പറഞ്ഞു. കിട്ടും ചേട്ടാ, കിട്ടും. ഞാൻ അനുഗ്രഹിച്ചിരിക്കുന്നു. പോകാൻ നോക്ക്. ഇതാണ് പറയണത്. മണ്ണും ചാരി ഒന്നും പെണ്ണും കൊണ്ട് പോയെന്നൊക്കെ ഉള്ള ചൊല്ല് ഇപ്പോഴാണ് മനസ്സിലായത്. ഇനിയിപ്പോൾ ആരെങ്കിലും വിളിക്കാല്ലേ?